മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. മനുവിൻ്റെ അനിയൻ ഹരിശങ്കർ ആണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വന്നിട്ട് അലീന കിടക്കുന്ന റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ മുട്ടുകയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അലീന തുറക്കുന്നില്ല. അപ്പോൾ ഈ ഹരിശങ്കറിന് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീന തുറക്കാതെ വരുമ്പോഴത്തേക്ക് അവനങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അവൻ പിന്നെ ഇറങ്ങി വന്നിട്ട് അലീനയെ ശല്യം ചെയ്യുകയാണ്. ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഡോറിൽ തട്ടിയായിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ തുറക്കാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അലീനയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഒന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് ഇവര് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ റൂം ഇപ്പം തന്നെ ക്ലീൻ ചെയ്യണമെന്ന്. അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനാണെന്നുണ്ടെങ്കിൽ അലീനയുടെ തോളിൽ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. അപ്പോൾ അലീന തിരിഞ്ഞിട്ട് കൈ എടുക്കാനായിട്ട് പറയുക ദേഷിച്ച്. അപ്പോൾ അവൻ അത് കേൾക്കുമ്പോഴത്തേക്ക് കൈ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം. നീ എന്നെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് തന്നെ കാണണം. ആഹാ, ഞാനെന്തിനാ നിന്നെ സഹോദരിയുടെ സ്ഥാനത്ത് കാണുന്നത്? അങ്ങനെ കാണാൻ എനിക്കിവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നിന്നെപ്പോലൊരു വേലക്കാരി ആ സ്ഥാനത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം. നല്ലൊരു തറവാട്ടി പിറന്ന ഒരാളെ പോലെ പെരുമാറാനായിട്ട് പഠിക്കണം. ആ മനുവേട്ടനൊക്കെ എത്ര നല്ല രീതിയിലാണ് പെരുമാറുകയും ഒരാളോട് ബഹുമാനത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ ഇത്രയും വലിയ തറവാട്ടിലല്ലേ ജനിച്ചത്? ഇങ്ങനെയൊക്കെ പെരുമാറുന്നതേ മോശമാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്ക് ഹരിശങ്കർ പറയുന്നുണ്ട്, നീ എന്നെ കൂടുതൽ ഉപദേശിക്കാനും പഠിപ്പിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് എന്താണോ അത് നീ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുക കേട്ടോ. നിനക്ക് പണമാണോ സ്വർണ്ണമാണോ വേണ്ടത്, എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടേ, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒരാളും അല്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഹരിശങ്കറിന് ഭയങ്കര ദേഷ്യപ്പെട്ട് നിന്നെ ഞാൻ വിടത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ചിട്ട് നാളെ ശിവേട്ടൻ പോവാണ്, അപ്പോൾ യാത്ര അയക്കാൻ അങ്ങോട്ടേക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ പൊയ്ക്കോ, ഞാൻ വൈകിട്ട് അങ്ങ് വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ വൈജയന്തിയുടെ മോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛാ മുത്തശ്ശീനെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ, കൂടെ ജോലി ചെയ്യാൻ നിൽക്കുന്ന ചേച്ചീനെ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ അമ്മയുടെ മൂഡ് അനുസരിച്ചിരിക്കും, കൊണ്ടുവരണോ അതോ കൊണ്ട് കളയണോ എന്നൊക്കെ. എന്തിനാ അച്ഛാ എല്ലാ അമ്മയുടെ പിടിവാശിക്ക് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത്? അയ്യോ മോളെ, ജീവിച്ചു പോകണ്ടേ നിൻ്റെ അമ്മയുടെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ അലീനേനെയാണ് കേട്ടോ കാണിക്കുന്നത്. അലീന മുത്തശ്ശിക്ക് ഇങ്ങനെ കയ്യിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ മോള് വരും വൈജയന്തി. അപ്പോൾ അലീനയ്ക്ക് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇന്ന് വരുമോ മുത്തശ്ശി? വരും, ശിവനെ യാത്രയാക്കാൻ വരികയാണ്, പിന്നെ നമ്മളെയും അവളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി, ഇനി നമ്മൾ അവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളുടെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വൈജയന്തിയാണെന്ന്. അന്നേരം പറയുന്നുണ്ട്, എൻ്റെ മോളാ വന്നതെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഓടി വരികയാണ് അമ്മേനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് അമ്മേനെ കാണുന്ന ഒരു കുട്ടിയുടെ സന്തോഷവും സങ്കടവും എല്ലാമാണ് കേട്ടോ അലീനയുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ അലീന ഇങ്ങനെ മറഞ്ഞു നിന്ന് നോക്കുകയാണ് കേട്ടോ അമ്മ വരുന്നത്. അങ്ങനെ അമ്മേനെ അലീന കാണുന്നുണ്ട്. അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തി വന്നിട്ട് കമലയുടെ അടുത്തും ശിവൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ നിൽക്കുന്നത് അലീന ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ശിവേട്ടനെ കൊണ്ടുപോകാനുള്ളതൊക്കെ എല്ലാം ആയോ കമലേട്ടത്തി? അല്ല, ഇവിടെ ഒരു വേലക്കാരി ഇല്ലേ, അവളെ കൂടെ സഹായത്തിന് കൂട്ടിക്കൂടെ? ഓ, ഞാൻ അവളെ എന്തിനെങ്കിലും ഇങ്ങോട്ടൊന്ന് വിളിച്ചാലേ അമ്മ അപ്പം അവിടെ വിളി തുടങ്ങും, കുഞ്ഞേ അലീനയെ ഇങ്ങോട്ടത്തേക്ക് ഒന്ന് വായേന്ന്. അപ്പോൾ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവളുടെ പേര് അലീന എന്നാണോ? അതെ അതെ എന്ന് കമലയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.